സുഖമെവിടെ ദുഃഖമെവിടെ, സുഖമെവിടെ ദുഃഖമെവിടെ, സ്വപ്നമരീചിക മാഞ്ഞു കഴിഞ്ഞാൽ ആശയെവിടെ, നിരാശയെവിടെ. സ്വപ്നത്തിൻ്റെ മരീചിക മാഞ്ഞു കഴിഞ്ഞാൽ ആശയും നിരാശയും ഒന്നുമില്ല. എവിടെയാണ് സുഖം, എവിടെയാണ് ദുഃഖം എന്ന് അന്വേഷിക്കുന്ന ആ കവിമനസ് തന്നെയാണ് പറഞ്ഞത്. സുഖം ഒരു ബിന്ദു, സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു. അതാണ് ജീവിതം. സുഖത്തിൻ്റെ ഒരു ബിന്ദുവിൽ നിന്നും ദുഃഖത്തിൻ്റെ മറ്റൊരു ബിന്ദുവിലേക്ക് ആടിക്കൊണ്ടിരിക്കുന്ന, ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പെൻഡുലമാണ് ജീവിതം. ഇന്ന് സുഖമാണെങ്കിൽ നാളെ ആരെന്നും എന്തെന്നും ആർക്കറിയാം എന്ന് കക്കാടും. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല എന്ന് പൂന്താനവും ശങ്കിച്ച ഒരു ശങ്കയാണ് ശ്രീ തമ്പിസാറിൽ നിന്നും നമുക്ക് കിട്ടിയത്. സുഖം ഒരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു. ജീവിതം അത് ജീവിതം. എവിടുന്നാണ് ആ ജീവിതം? എന്താണ് ചെയ്യുന്നത്? കണ്ണീരിൽ തുടങ്ങും ചിരിയായി വളരും, കണ്ണീരിലേക്കു മടങ്ങും. ഈ പെൻഡുലം അങ്ങനെയാണ്. കണ്ണീരിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു കണ്ണീർ കരച്ചിൽ നിന്നാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. പൊക്കിൾ കൊടി, അതായത് നാഭീ നാളബന്ധം അറ്റിച്ചാൽ കുട്ടിയുടെ കരച്ചിലാണ്. അതാണ് കണ്ണീരിൽ നിന്നും തുടങ്ങുമെന്ന് പറഞ്ഞു. വളരെ ഫിലോസഫിക്കലാണത്. നമ്മളിത് സിനിമാ പാട്ട് കേട്ടിട്ട് വെറുതെ കൊട്ടകയിൽ നിന്ന് കേട്ട് മടങ്ങിപ്പോകേണ്ടുന്ന ഒരു മുദ്രയല്ല ഇത്. കുട്ടി ആദ്യം കരയാണ് ചെയ്യുന്നത്. ഒരമ്മ പ്രസവിച്ചു അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ കുട്ടി ചിരിച്ചു കേട്ടോ എന്ന് ആരെയും പറയുന്നത് കേട്ടിട്ടുണ്ടോ? കുട്ടിയുടെ കരച്ചിൽ കേട്ടു കേട്ടോ എന്നാണ് പറയുക. അപ്പോൾ കരച്ചിലാണ് ജീവിതം തുടങ്ങുന്നത്. അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്, കരഞ്ഞുകൊണ്ടേ ജനിക്കുന്നു നാം, കരയിച്ചുകൊണ്ടേ മരിക്കുന്നു. കരഞ്ഞുകൊണ്ട് ജനിക്കുകയും കരയിച്ചുകൊണ്ട് മരിക്കുകയും ചെയ്യുക. ഇത് തുഞ്ചത്തെഴുത്തച്ഛനെ പോലെ, കുമാരനാശാനെ പോലെ, കുഞ്ഞിരാമൻ നായരെ പോലെ ഉള്ള തീക്ഷ്ണവും ധിഷണപൂർണവുമായ സങ്കല്പമാണത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമാ പാട്ടിനെ ഒന്നുമല്ല എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന മഹാകവികൾ ഇവിടെയുണ്ട്. അത് ശരിയല്ല, ബോധ്യമില്ലായ്മ കൊണ്ടാണത്, അജ്ഞത കൊണ്ടാണത്. കരഞ്ഞുകൊണ്ട് ജനിക്കുകയും കരയിച്ചുകൊണ്ട് മരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞതുപോലെ കണ്ണീരിൽ തുടങ്ങും ചിരിയായി വളരും. ഒരു പെൻഡുലത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ ഈ പെൻഡുലം ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് സഞ്ചരിക്കുമ്പോൾ, ഒരു ആന്തോളനം നടക്കുമ്പോൾ കണ്ണീരിൽ നിന്നാണ് തുടങ്ങുന്നത്. ചിരിയായി വളരും, കണ്ണീരിലേക്കു മടങ്ങും. മടക്കയാത്ര കണ്ണീരിലേക്ക് തന്നെയാണ്. ആശയൊരാതിര നക്ഷത്രമാകും, അത് ധൂമകേതുവായി മാറും. ആശകൾ നക്ഷത്രങ്ങളാകുകയും അത് ഒരുപാട് പൊടിപടലങ്ങൾ അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് ധൂമകേതുവാകുകയും ചെയ്യുന്നു. പുലരി മരിക്കും, സന്ധ്യ ചിരിക്കും, ഭൂമി പിന്നെയും തിരയും. പുലരി ആഹ്ലാദത്തിൽ കിഴക്കേ ചക്രവാളത്തിലേക്ക് വരികയും സന്ധ്യ പടിഞ്ഞാറൻ കടലിലേക്ക് അസ്തമിച്ചു പോവുകയും ചെയ്യും. നമ്മൾ ജനിക്കുന്നു, നമ്മൾ
നാഭീനാളബന്ധത്തിൽ നിന്ന് ജനിക്കുന്നു. ആ പൊക്കിൾ കൊടി പൊട്ടിച്ച് നമ്മൾ സഞ്ചരിക്കുന്നു. നമുക്ക് സഞ്ചാരപഥങ്ങളിൽ കണ്ണീരും വേദനയും സങ്കടവും പ്രണയവും കഴിഞ്ഞ് മരണത്തിൻ്റെ അവസാന വാതായനം തുറന്നു തരുമ്പോൾ എന്തു ചെയ്യുന്നു? ഭൂമി പിന്നെയും തിരിയും. ഭൂമിക്കിത് പ്രശ്നമേ അല്ല. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ, അതിൻ്റെ ഭ്രമണപഥത്തിൽ അത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഏറ്റവും നല്ല പാട്ടുകളുണ്ടാക്കിയവനും ഏറ്റവും നല്ല സംഗീതമുണ്ടാക്കിയവനെയും ഏറ്റവും നല്ല ബിസിനസ് ഉണ്ടാക്കിയവനെയും ഏറ്റവും നന്നായി വീണ വായിക്കുന്നവനെയും ഏറ്റവും നന്നായി സിതാർ വായിക്കുന്നവനെയും ഏറ്റവും നന്നായി പാടുന്നവനെയും ഏറ്റവും നന്നായി മോഷ്ടിക്കുന്നവനെയും അവൻ ശ്രദ്ധിക്കാതെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ നിരന്തരം ഒരു പ്രാവിനെപ്പോലെ ഒരു ശലഭത്തോടെ പറന്നുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ ഉൾക്കാഴ്ച 12 വരിയിൽ എഴുതി വയ്ക്കാനുള്ള മന്ത്രസിദ്ധി, അതിൻ്റെ എന്താ പറയുക, അപ്പം അതിൻ്റെ ഒരു പൂർണ്ണത, പുണ്യം ശ്രീകുമാരൻ തമ്പി സാറിൽ വളരെ ശ്രദ്ധിച്ചാൽ കാണാവുന്ന ഒരു കാര്യമാണ്.